വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തെപ്പറ്റിയാണ് പ്രകീർത്തിക്കുന്നത്. മർക്കോസ് 9:2 മുതൽ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരന് വെളിപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളിപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശെ അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബീ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്കൊന്ന് മോശയ്ക്കോ ഒന്ന് ഏലിയാവിനോ എന്ന് പറഞ്ഞു. താൻ എന്ത് പറയേണ്ടുവെന്ന് അവൻ അറിഞ്ഞില്ല. അവർ ഭയവശരായി തീർന്നു. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിരുന്ന മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാൽ തങ്ങളോട് യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവർ മലയിൽ നിന്നിറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക എന്നുള്ളത് എന്ത് എന്ന് തമ്മിൽ തർക്കിച്ചുകൊണ്ട് അവർ ആ വാക്കുകളിൽ സംഗ്രഹിച്ചു. അപ്പോൾ യേശു കർത്താവിൻ്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കുന്ന ഈ ഭാഗം, മോശെ ഏലിയാവും ആ മറുരൂപ മലയിൽ യേശുവിനോടൊപ്പം, ആ പത്രോസ് യാക്കോബ് യോഹന്നാൻ അവരുടെ യേശുവിൻ്റെ വസ്ത്രം അപ്പോൾ അവിടെ കുടിലുണ്ടാക്കാൻ നോക്കുകയാണ്. നമ്മൾ സ്വയമായി ആത്മീയ ജീവിതത്തിൽ ഇരിക്കാനല്ല നമ്മളെ ആഗ്രഹിക്കുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ ആത്മീയ സുഖം പ്രാപിച്ച് നമ്മളിരിക്കാനല്ല ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതിലൂടെ ഒരു വലിയ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചത് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ആ ശക്തമായ ശുശ്രൂഷകൾ ചെയ്തു തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവേ, ആ പ്രാർത്ഥനയുടെ മഹത്വത്തിൽ യാക്കോബും പത്രോസും യോഹന്നാനും യേശുവിനോട് ചേർന്നപ്പോൾ, ദൈവമേ, ആ മോശെ ഏലിയാവും പ്രത്യക്ഷപ്പെട്ടവർ കണ്ടത് ആരോടും പറയരുത്. കർത്താവിൻ്റെ ഉയർപ്പിനെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ലല്ലോ. യേശുവിനെ മനസ്സിലാക്കിയെടുക്കുവാനുള്ള ശക്തി, കൃപ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും തരണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മുഖത്ത്, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.